ഇതാണ് ഞാൻ പറഞ്ഞ പൊന്മുടി. സൗദി അറേബ്യയിലെ അബഹ അൽ സുദയിലാണ് ഈ പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. ഈ മൂടൽമഞ്ഞിന്റെ മനോഹാരിത മനസ്സിലാക്കുവാൻ, ഈ മലമുകളിലൂടെയുള്ള യാത്രകൾ കണ്ട് ആസ്വദിക്കുവാനും ഇവിടെ വന്നൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ മൂടൽമഞ്ഞിന്റെ കാഠിന്യം കൊണ്ട് എന്റെ ക്യാമറയ്ക്ക് പോലും ആളെ വ്യക്തമാകുന്നില്ല. എന്നാലും ഞങ്ങൾ വിടില്ല. മൂടൽമഞ്ഞിന്റെ കാഠിന്യത്തെ ഒരു കാറ്റ് വന്നൊരൽപ്പം തള്ളി നീക്കിയപ്പോൾ എന്റെ അനുജന്റെ മകളും അനുജനും കൂടി ഒരു ഡാൻസ് അങ്ങ് ആവാന്ന് കരുതി. തണുപ്പിനെ ഒന്ന് മാറ്റണമല്ലോ എന്ന് കരുതി അങ്ങ് തകർത്തു. മൂടൽമഞ്ഞിനെ പോലും കാലുമടക്കി അടിച്ചുകൊണ്ട് തകർക്കുകയാണ്. പൊന്മുടിക്കുന്നിന്റെ മുകളിൽ നിന്ന് താഴെ അടിവാരത്തേക്കുള്ള യാത്ര അതിദുർഘടം പിടിച്ചതും അതിഭയാനകമായ യാത്ര. ഇതുവഴി സഞ്ചരിക്കുന്ന യാത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കുത്തി ഒടിഞ്ഞതുപോലുള്ള മാരകമായ വളവും അതിഭയാനകമായ ഹെയർ പിന്നുകളും ഉള്ളതിനാൽ ഇതുവഴി വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഇതുവഴി യാത്ര ചെയ്യാൻ. ഏതൊരു വാഹനം ഓടിക്കുന്ന ഡ്രൈവറും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ, കയറ്റം കയറി വരുന്ന ഗിയറിൽ തന്നെ തിരിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾ കയറി വന്ന ഏത് ഗിയറിലാണോ ആ ഗിയറിൽ തന്നെ പോകേണ്ടതാണ്. ഇത് ഒരു പുതിയ ഡ്രൈവറിനും കൂടി വേണ്ടിയാണ് പറയുന്നത്. ഞാനിത് പറയുമ്പോൾ ആരും ഇതൊരു ഡ്രൈവിംഗ് സ്കൂളായി കാണരുത്. ഏതൊരു വാഹനമാകട്ടെ, ആ വാഹനം ഓടിക്കുന്ന ആളിന്റെ അശ്രദ്ധ മൂലം ആ വാഹനത്തിലിരിക്കുന്ന മറ്റുള്ളവരുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ്. അങ്ങനെ ഞങ്ങൾ മലയുടെ താഴ്വാര കാഴ്ചകൾ കണ്ട് മലയുടെ അടിവാരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ ഒരു ഹെയർ പിൻ പോയിന്റുകളും പാർക്കുകളും ഉണ്ട്. അതും കഴിഞ്ഞ് ഞങ്ങൾ താഴത്തെ ഒരു ഹെയർ പിന്നിൽ ഞങ്ങൾ വാഹനം പാർക്ക് ചെയ്ത്, സമയം ഒരുപാട് അതിക്രമിച്ചതിനാൽ എല്ലാവർക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കരുതിക്കൊണ്ടുവന്ന മദ്ഹൂത്ത്, അതായത് അറബിക്ക് പേരാണിത്, ഈ വിഭവം ഞങ്ങൾ തയ്യാറാക്കി ഞങ്ങളുടെ വാഹനത്തിൽ കരുതി വെച്ചിരുന്നു. കൊണ്ടുവന്ന ആഹാരം കഴിക്കുവാൻ ഞങ്ങൾ നല്ലൊരു ഹെയർ പിൻ സെറ്റ് ചെയ്തു അവിടെ വാഹനം പാർക്ക് ചെയ്തു. എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ തയ്യാറാക്കി കൊണ്ടുവന്ന മദ്ഹൂത്ത് കഴിച്ചിട്ട് വേണം 4 മണിക്കുള്ളൊരു ഐറ്റത്തെ കൂടി തയ്യാറാക്കേണ്ടതുണ്ട്. എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ആഹാരമൊക്കെ കഴിച്ചു തുടങ്ങി. മറ്റൊരു ഐറ്റം കൂടി തയ്യാറാക്കേണ്ടതുണ്ട്. കാറിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഒരാൾ പറക്കി അവിടെയും ഇവിടെയുമൊക്കെ തയ്യാറാക്കി വെക്കുന്നുമുണ്ട്. അങ്ങനെ കാര്യത്തോട് അടുത്തപ്പോൾ ആൾക്കാർ കൂടുന്നുണ്ട്. എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് നമുക്ക് നേരിട്ട് കാണാം. കൊണ്ടുവന്ന ഗ്യാസ് സിലിണ്ടർ തീ കത്തിച്ച് അതിന്റെ മുകളിൽ തടിയുടെ കരി പറക്കി വെച്ച് തീ കത്തിച്ച് കനലാക്കുകയാണ്. ആ കാഴ്ചകൾ മറ്റൊരാൾ സെൽഫി എടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തീക്കനൽ ഉണ്ടാക്കിയെടുക്കാം. സിലിണ്ടറിന്റെ മുകളിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു നെറ്റ് വെച്ച് തടിയുടെ കരി പറക്കി വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ കനലാവും. അപ്പോൾ അവിടെ നിന്നൊരാൾ എണീച്ച് കാറ്റ് കൊള്ളുകയാണ്. ഇവിടത്തെ പ്രത്യേകത എന്തെന്നാൽ, താഴെ നിന്ന് വരുന്ന കാറ്റ് ചൂട് കാറ്റും മുകളിൽ നിന്ന് താഴോട്ടടിക്കുന്ന കാറ്റ് തണുത്ത കാറ്റുമാണ്. ഈ കാറ്റിന്റെ രീതി സത്യമാണോ എന്നറിയാൻ ഞങ്ങളിലുള്ളവർ പലരും ആ കാറ്റിനെ ആസ്വദിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ കൊച്ചുമകൾ മ്യൂസിക്കിനൊത്ത് ഡാൻസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അപ്പോഴേക്കും ഇവിടെ ഇതാ തീക്കനൽ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഡിഷിലിട്ട തീക്കനൽ പവർ കൂട്ടാനായി ഞങ്ങൾ കടയിൽ നിന്നൊരു തിരി കൂടി മേടിച്ചു. ഈ തീക്കനലിന്റെ മുകളിൽ ഈ തിരി വച്ചാൽ നമ്മൾ ഏത് സാധനമാണോ ചുടാൻ പോകുന്നത് നല്ലൊരു പവറോടുകൂടി നമുക്ക് പെട്ടെന്ന് തന്നെ പാകത്തിന് വെന്ത് കിട്ടുക തന്നെ ചെയ്യും. തീക്കനൽ പാകത്തിന് സെറ്റായതിനു ശേഷം ഞങ്ങൾ മസാല തേച്ച് കരുതിക്കൊണ്ടുവന്ന മീൻ ഈ തീക്കനൽ ഡിഷിൽ വെച്ച് മീൻ പൊള്ളിച്ചെടുത്തു. അപ്പോഴേക്കും മറ്റൊരു സൈഡില് 2 പേർ ചേർന്ന് മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നു. ഒരു സ്ഥലത്ത് മീൻ പൊള്ളിക്കുന്നു, മറ്റൊരു സൈഡില് മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നു. അങ്ങനെ രണ്ടും ഒരേ പരുവത്തിന് റെഡിയായി കൊണ്ടുവരികയാണ്. മീൻ പൊള്ളിക്കുന്നതും മീൻ ഫ്രൈ ചെയ്യുന്നതും മറ്റൊരാൾ സെൽഫിയും വീഡിയോയും ഒക്കെ എടുക്കുന്നു. മറ്റൊരാൾ വീഡിയോയെ കുറിച്ച് ആക്ഷനോടുകൂടി വിവരിച്ചു കൊടുക്കുന്നു. വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ ആശാനും ഒന്ന് തുള്ളിച്ചാടിയാൽ കൊള്ളാമെന്ന് തോന്നി. വിട്ടുകൊടുത്തില്ല. ആട്ടലും വീശലും ഒക്കെ അതിമനോഹരമായ രീതിയിലാണ്. കണ്ടോ, കൊട്ടും പാട്ടും താളവും ഒക്കെയാണ്.
ആശാന് ഒട്ടും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. എങ്കിന്നതാ പിടിച്ചോ, അടുത്ത കൊട്ടും പാട്ടും ദേ കിടക്കണു. കൊട്ടിപ്പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ മീനിതാ വെന്തു കഴിഞ്ഞിരിക്കുന്നു. ഒരല്പം സൺഫ്ലവർ ആ കനലിലോട്ട് ഒഴിച്ചാൽ ആ പുകയുടെ സുഗന്ധവും ആ ഓയിലിന്റെ ടേസ്റ്റും ആ മീനിൽ പിടിച്ച് ഒരു രക്ഷയുമില്ലാത്ത ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോഴേക്കും ഇതാ മീൻ പൊള്ളിച്ചതും മറുവശത്ത് മീൻ ഫ്രൈയും തയ്യാറായി കഴിഞ്ഞു. അപ്പോഴേക്കും 2 ഐറ്റവും റെഡിയായെന്നുള്ള തമ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇവിടെ തയ്യാറായ 2 ഐറ്റം മീനുകളും ഓരോരോ പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. ഇനി ഒരല്പം കട്ടൻ ചായയും കൂടി ഇടാം. കട്ടൻ ചായ ഇവിടെ തയ്യാറാകുന്ന ടൈമിൽ ആ സമയത്ത് കൊച്ചുമോൾക്കൊരാഗ്രഹം ഇവിടത്തെ പാർക്കിലൊന്ന് കയറാമെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പാർക്കിലേക്കൊന്ന് കയറി. അപ്പോഴേക്കും തൊട്ടടുത്തൊരു യമൻ സ്വദേശി കുറച്ച് കത്തികളുമായി നിന്നു. നല്ല ഒന്നാന്തരം ഫുഡ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. മീൻ പൊള്ളിച്ചതും മീൻ ഫ്രൈയും കുബൂസും കട്ടൻ ചായയാണ് ഇന്നത്തെ വിഭവം. ഈ വിഭവം കഴിച്ചു വേണം ഞങ്ങൾക്ക് തിരിച്ചു കയറുവാൻ. എല്ലാവരും വളരെ ലാഘവത്തോടെ കഴിച്ചു. ഈ വിഭവം ഒരു പുതിയ വെറൈറ്റി ആണെന്ന് എല്ലാവരും പറഞ്ഞു. കട്ടൻ ചായയും കുബൂസും മീൻ ഫ്രൈയും മീൻ പൊള്ളിച്ചതും കൂടി കഴിക്കാൻ വേറൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു. ഈ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി, നമസ്കാരം.